നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ മാത്സും റീസണിങ് ഭാഗമാണ് നോക്കണത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമുക്കൊന്ന് നോക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ. അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? അത് ചെയ്തു വരുമ്പോൾ നമുക്ക് ബി 15 കിലോമീറ്റർ ആണ് ഉത്തരം കിട്ടുക. ഇനി 52. ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. Z1A, X2D, V6G, T21J, R88M, P445P. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ എ ആണ് ഉത്തരം കിട്ടുക. N2676S. ഇനി 53. വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? അപ്പോൾ അതിവർഷം ഒഴിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ അവസാനത്തെ ദിവസവും ഞായറാഴ്ച തന്നെയാണ്. സി ആണ് ഉത്തരം. 54. പി ക്യൂവിൻ്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂവിൻ്റെ അമ്മയാണ്. എസ് എന്നത് ആറിൻ്റെ പിതാവ്. എസിൻ്റെ അമ്മയാണ് ടി. എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താണ്? ഉത്തരം ഡി ആണ്, കൊച്ചുമകൾ. 55. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? അത് ഉത്തരം ഡി 22 ആണ് വരിക. 56. ചുവപ്പ് 12, നീല 20, വയലറ്റ് 42. മജന്തയുടെ കോഡ് എന്താണ്? അത് 56 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് സി ആണെന്ന് തോന്നുന്നു. ഇനി 57. 6:40 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഉത്തരം എ ആണ്, 40 ഡിഗ്രി. ഇനി 58. 5 AM ശരിയായി സജ്ജീകരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? അപ്പോൾ 5 AM ശരിയായിട്ട് ഇതായിരിക്കുന്നത്. അപ്പോൾ 10:20 സമയമായെങ്കിൽ 20 മിനിറ്റ് കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ടൈം 10 മണിയാണ്. സി ആണ് ഉത്തരം വരിക. 59. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് ഉത്തരം ബി ആണ്, 10. 60. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി. കൈകുലുക്കുകളുടെ എണ്ണം കണ്ടെത്തുക. അപ്പോൾ ഡി ആണ്, 780. 61. 2 സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു. എങ്കിൽ സംഖ്യകൾ ഡി ആണ്, 15ഉം 25ഉം. 62. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും? ഉത്തരം സി, 36. 63. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ്? അത് ചെയ്തു വരുമ്പോൾ 16/2/3 ബി ആണ് വരിക. 64. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ്? ഉത്തരം ബി ആണ്, 8. 65. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ഉത്തരം സി ആണ്, 73 വരിക. 66. 42 സെന്റിമീറ്റർ നീളവും 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചു വയ്ക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര? അപ്പൊ ഇവിടെ ബക്കറ്റിലെ മണലിന്റെ വ്യാപ്തവും ആ കോൺ മണൽ താഴെ ഇട്ടപ്പോണ്ടായ കോണിന്റെ വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പോൾ ആ 2 ഫോർമുല നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ കോണിന്റെ റേഡിയസ് കിട്ടും. അപ്പൊ അതിന്റെ അടിസ്ഥാന വിസ്തീർണം ചെയ്തു വരുമ്പോൾ 1978 പോയിന്റ് വരിക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഉത്തരത്തിൽ ഏറ്റവും ശരിയുള്ളത് 1980 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എ ആണ്. ഇനി 67. 1 - ½ ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 എക്സെട്ര 1 - 1/20 മൂല്യം എത്ര? ബി ആണ്, 1/20. ഇനി അടുത്തത്
9 plus 3 minus 90 equals 0 എങ്കിൽ എക്സിന്റെ മൂല്യം 2 വരെ ഡി. 69 2 വർഷത്തേക്ക് പ്രതിവർഷം 10% നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടെത്തുക. ഉത്തരം ബി ആണ് 2500. 70 60 മൈനസ് 10 എന്നാൽ 600. 12 ഡിവൈഡ് ബൈ 4 എന്നാൽ 16. 6 ഇൻറ്റു 3 എന്നാൽ 3. 10 പ്ലസ് 2 എന്നാൽ 5 എങ്കിൽ 100 മൈനസ് 10 ഇൻറ്റു 1000 ഹരണം 1000 പ്ലസ് 100 ഇൻറ്റു 10 എത്ര? ഉത്തരം 0 വരും, ബി ആണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ മാത്സ് 10 ചോദ്യം, റീസണിങ് 10 ചോദ്യവും ഈ ഡിഗ്രി ലെവൽ പ്രിലിമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കിട്ടിയ ആൻസറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസിൽ ഇടുക. നമുക്കത് ഒന്നും കൂടെ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.